നെക്സ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പൊ ഇതിന് മുമ്പിലത്തെ വീഡിയോ ഓരോന്നും കറക്റ്റായിട്ട് കണ്ടു തന്നെ പോകണം അതിന്റെ ബേസിക് പഠിക്കാനായിട്ട്. ഇത് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് പേരൻസ് ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് നമ്പറും സീറോയും പോസിറ്റീവ് നമ്പറുമാണ്. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ നമ്പറിനെ ഒഴിവാക്കാം? ഫ്രാക്ഷനും ഡെസിമലും ഒരിക്കലും വരരുത്. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സും സീറോയും പോസിറ്റീവ് നമ്പറും കൂടെ വരുന്ന നമ്പർ സിസ്റ്റമാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഇപ്പൊ പല കുട്ടികളെ സംബന്ധിച്ചൊരു ഡൗട്ടാണ്, ഇപ്പൊ -3യും +3യും -2ഉം +2 ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും വരുന്ന ഒരു ഡൗട്ടാണ്. ഇപ്പൊ നമ്മളൊരു നമ്പർ സിസ്റ്റം എടുക്കുക, -3യും ഇവിടെ നമുക്ക് തന്നേക്കണം, +3യും തന്നിട്ടുണ്ട്. ഇത് നമ്പറിനകത്ത് ഏതാണ് ബിഗസ്റ്റ് നമ്പർ, ഏതാണ് സ്മോളസ്റ്റ് നമ്പർ നോക്കാം. നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലൈൻ കുട്ടികളോട് വരയ്ക്കാൻ പറയുക, 0 എന്ന് പറയുന്ന അടയാളപ്പെടുത്തുക. -3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം -1 -2 -3 ആണ്. സീറോയ്ക്ക് ലെഫ്റ്റിലാണ് ഈ -3 കിടക്കുന്നത്, പക്ഷെ 3 കിടക്കുന്ന എവിടെയാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് വലുത്? റൈറ്റിലോട്ട് പോകും തോറും ഇൻക്രീസിങ് വാല്യൂവും ലെഫ്റ്റിലോട്ട് പോകും തോറും ഡിക്രീസിങ് വാല്യൂ ആണ്. കുറഞ്ഞു വരും. മുൻപിലോട്ട് പോകുമ്പോൾ റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി വരും. സീറോയുടെ ലെഫ്റ്റിലോട്ട് ഇടതുവശത്തേക്ക് പോകുമ്പോൾ കുറഞ്ഞു വരും. ഈ സ്കെയിലിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാ വലുത്? 3 ഗ്രേറ്റർ ദാൻ -3 ആണ്. അപ്പൊ ഇവിടെ ഒരു സൈൻ കൂടി കുട്ടികളെ പഠിപ്പിക്കുന്നു, ഗ്രേറ്റർ ദാൻ എന്നുള്ള സൈൻ. ഏതെങ്കിലും ഒരു നമ്പർ എഴുതുമ്പോൾ ആ നമ്പർ വലുതാവുമ്പോൾ എപ്പോഴും എവിടെ ഇരിക്കും? ഈ ഇതിനകത്തിരിക്കും. ഈ ഗ്രേറ്റർ ദാൻ സൈനിന് ഉള്ളിൽ വരുന്നതായിരിക്കും എപ്പോഴും നമ്പർ വലുത് വരുന്നത്. ഇപ്പൊ നമുക്കറിയാം 5 ആൻഡ് -2 രണ്ട് നമ്പേഴ്സ് എടുക്കുവാണ്. അപ്പൊ ഏതാ ഇതിനകത്ത് ഗ്രേറ്റർ സൈൻ? നമ്മൾ സ്കെയിലിനകത്ത് വരുമ്പോൾ 5 റൈറ്റ് സൈഡിലാണ് കിടക്കണേ. അപ്പൊ നമുക്ക് 5 ഗ്രേറ്റർ ദാൻ -2 എന്ന് പറയും. ദെൻ അടുത്ത നമ്പർ എടുക്കുവാണ്, 2 ആൻഡ് -2 എടുക്കുവാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഗ്രേറ്റർ ദാൻ -2 വരും. ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഗ്രേറ്റർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടികൾ എപ്പോഴും പഠിച്ചു വെക്കുക. ഹയർ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ എല്ലാ കുട്ടികളും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് മുൻ പാഠഭാഗങ്ങളിലെ വ്യക്തത കുറവ്. പേരൻസിനും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ബേസിക് മാത്സ് ക്ലാസ് ഓറയുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് എല്ലാവർക്കും ഫ്രീ ആയി കാണാവുന്നതാണ്. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.